നിങ്ങൾ ചോറ് തന്നെയല്ലേ തിന്നുന്നേ? ഈ ആറാട്ടനെ അലൻ ജോസ് പെരേര നഗ്ന കോള് ചെയ്തെന്ന് ചോദിച്ചു. അവരപ്പം പറഞ്ഞു ഞാൻ നഗ്ന കോള് ചെയ്തിരുന്നു. എവിടെ തെളിവ്? അവർ വായിക്കാത്ത എന്തായിരുന്നു? തെളിവ് ചോദിക്കായിരുന്നല്ലോ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ആറാട്ടനും പറഞ്ഞ ഒറ്റ കാര്യം പറയാണ്ട്, ഇത് തെളിയണം. ഞങ്ങളെ പോലുള്ള വ്യക്തികള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമൂഹം അറിയണം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ പെരേര പറഞ്ഞു ബ്രൈറ്റ് എന്നെ വീഡിയോ കോൾ ചെയ്ത് നഗ്നത കാണിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ രാത്രി 1 മണിക്ക് വിളിക്കും. 3 ചാനലുകളിലും ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ ആണ് ഇട്ടത്. എൻ്റെയും പെരേരയുടെയും മെയിൻലി എൻ്റെ ആയിരുന്നു. എൻ്റെ ഫോട്ടോ ഇട്ടാ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഈ 24 ന്യൂസ് ഇപ്പോൾ ഇന്ന് 2 ദിവസം കൊണ്ടുവന്നത് അതും എൻ്റെ പേരിലാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ നമുക്ക് ഒരുപാട് 10,000 ലേഡീസ് അധികമാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവർ പോലും താങ്കൾ ഇത്തരക്കാരനാണെന്നോ താങ്കളിങ്ങനെ കെട്ടിയിട്ടൊക്കെ പിടിപ്പിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പട്ടിയെ പോലും പേടിയുള്ള ആളാണ് ഞാൻ. കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് ലേഡി ആങ്കർമാരാണ് ഉള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്നത് ഞാൻ നഗ്നനായിട്ട് എൻ്റെ യൂറിൻ കാണിച്ചെന്നാണ് പറയുന്നത്. അത് മാനസികമായിട്ട് തെറ്റാവുന്ന രീതിയിൽ പറയാം. എനിക്കങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതും ഒരു ട്രാൻസ് വുമൻ്റെ കൂടെ പോയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നടീനടന്മാരുടെ ഇൻഡസ്ട്രി. അവരുടെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞങ്ങളെല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും കൂടി പല കാര്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേരാണ്. അതിൻ്റെ മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു വരികയാണ് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ കുടുംബമായിട്ടും സുഹൃത്തുക്കളായിട്ടും എല്ലാ രീതിയിലും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറാട്ടണ്ണൻ, അതുപോലെ പെരേര, ലിമിൻലി, വിനീതേട്ടൻ, നമ്മുടെ ബ്രൈറ്റ്, അഭിലാഷേട്ടൻ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ഒരു ട്രാൻസ് അവരെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത 24 ന്യൂസിന് കൊടുത്തു. അത് എന്താണ് സംഭവം ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഏഷ്യനെറ്റ്, മനോരമ. അതെന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തിയെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. പല വീഡിയോസിലും മാധ്യമങ്ങളിലൂടെയും വന്നപ്പോൾ മാത്രമാണ് ഇവരുടെ രൂപം നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് കുറച്ച് ചാനലുകൾ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാർമാർക്ക് മനസ്സിലായി ഇത് ഫേക്കാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ കേസ് മുന്നോട്ട് പോയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ് ഇപ്പോൾ അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീണ്ടും വേറെ ഏതൊരു ഗ്രൂപ്പിൽ അണ്ണൻ്റെ പേരിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആറാട്ടണ്ണൻ്റെ ലോകം എന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആറാട്ടണ്ണൻ പിള്ളേർ ആറാട്ടണ്ണൻ്റെ ലോകം എന്നൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആ വ്യക്തിയെ അതിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും അവരോട് കേസ് കൊടുക്കാനും അതുപോലെ തന്നെ ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ച് അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ 24 കഴിഞ്ഞ ദിവസം വന്നു. ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം തള്ളിയിരിക്കണം നമുക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂട്ട് വിവാദങ്ങളും കാര്യങ്ങളുമായിട്ട് വരുവാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മുടെ വിനീത് ഭായ് ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്. ഇവർ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിലും വന്നിട്ടില്ല. കാരണം എന്തെങ്കിലും ഒരു ദിവസം ഇൻ്റർവ്യൂ കൊടുക്കണമെന്ന് ഇവർ തീരുമാനിച്ചാണ് ആ ഒരു ദിനം വന്നിരിക്കുകയാണ്. അല്ലേ വിനീത് ഭായ്? അപ്പം നമ്മുടെ വിനീത് ഭായ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. അപ്പോൾ അദ്ദേഹം അതുപോലെ ബ്ലഡി നൈറ്റ് അങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തേക്കണതാണ്. അപ്പോൾ നമ്മുടെ ബ്രൈറ്റും ഉണ്ട്. അപ്പോൾ ഇവരിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ചെല്ലാം. ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തരായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിലാഷ് ഭായി പറഞ്ഞ പോലെ ഇപ്പം ഞാനും ബ്രൈറ്റും കൂടി ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് അത്ര വലിയ ഷോർട്ട് ഫിലിമൊന്നുമല്ല, ചെറിയ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് ചെയ്ത് നിൽക്കുന്ന സമയത്താണ്, ഇത് റിലീസിന് മുമ്പാണ് ഈ പറഞ്ഞ ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞ വ്യക്തി, അത് ഇവരുടെ ഒരു ലവറുണ്ട്, ഡാനിയൽ സേവിയർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാൾ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ വന്ന സമയത്താണ് ഈ പറഞ്ഞ വ്യക്തിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ഈ പറഞ്ഞ സാഹചര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ ഈ വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഡാനിയൽ സേവിയറും ഈ പറഞ്ഞ ട്രാൻസ് വുമൺ എന്ന് അവകാശപ്പെടുന്ന ആളും അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് നോക്കാം, എൻ്റെ ഈ ഷോർട്ട് ഫിലിം റിലീസിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ കാരണം അത് അങ്ങനെ വൈകിപ്പോയി. അതിനുശേഷം ഇവർക്ക് പിന്നെയും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പ്രോജക്റ്റ് മാറ്റിവെച്ചു. ഇവർ ഉദ്ദേശിച്ച പ്രോജക്റ്റ് മാറ്റിവെച്ചു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാനിയൽ സേവിയറും ഈ പറഞ്ഞ വ്യക്തിയും, ഈ ട്രാൻസ് വുമൺ വ്യക്തിയും, ഇവർ തമ്മിലെന്തോ ഈഗോ ക്ലാഷ് വന്നിട്ട് ഇവർ പിരിഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞ ആൾ, ഈ ട്രാൻസ് വുമൺ നമ്മുടെ അടുത്ത് ജോലി ആവശ്യപ്പെട്ട് പിന്നെ സമീപിക്കുകയായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് നമുക്കറിയില്ല, നമുക്ക് വിദ്യാഭ്യാസ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എറണാകുളം പോലത്തെ സ്ഥലത്ത് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. പിന്നെ ഇവരുടെ ഈ സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവർ പറഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഇവർക്ക് മേക്കപ്പ് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, എനിക്ക് പരിചയമുള്ള 2 പേരെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബ്ലഡി നൈറ്റ് റിലീസാക്കുന്നു. ഈ എൻ്റെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ്, ഞാൻ അങ്ങനെ വലിയ സംവിധായകനോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം റിലീസാക്കുന്ന സമയം തൊട്ട് ഇവർ പറഞ്ഞു അവരെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യണം, അവർക്ക് പ്രശസ്തി ആവണം, അല്ലെങ്കിൽ അവർക്കൊരു ഇൻ്റർവ്യൂ താല്പര്യപ്പെടുത്തി കൊടുക്കണം, അവർക്ക് ഫേമസ് ആവണം. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ആവശ്യങ്ങൾ. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. കാരണം ഒരാളെ വെറുതെ ഇരുത്തി നമുക്ക് ഫേമസ് കാര്യങ്ങളാക്കാനോ അങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനലോ കാര്യങ്ങളൊന്നും ഞാൻ നടത്തുന്നില്ല. ഞാൻ എൻ്റേതായ ഒരു ജോലി ചെയ്തു പോകുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിംസുകളും ചെറിയ വർക്കുകളൊക്കെ ചെയ്തു പോകുന്നത്. നമുക്ക് ഇതിനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെ ഡ്രീമും സിനിമ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർ പിന്നെ നമ്മളെ പല രീതിയിലും നമ്മുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒന്നാമത് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് വേറൊരാളെ സഹായിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അത് മാത്രമല്ല ഇവർക്ക് വേറെ എന്തൊക്കെ ഇല്ലീഗൽ ആക്ടിവിറ്റീസുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പിന്നെ നമ്മൾ കോൺടാക്റ്റ് കാര്യങ്ങളൊന്നും വരാതെ നിൽക്കുന്നപ്പോഴാണ് പിന്നെ ഷോർട്ട് ഫിലിം ഇറങ്ങുന്ന തൊട്ട് ഇവർ നമുക്ക് സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്കിലാണ് ഫസ്റ്റ് ഇവർ നമുക്കെതിരെ ഈ പറഞ്ഞ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കണ്ടാണ്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ പോലെ അതൊന്നും ഏക്കാതെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി വിഷയം വരുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ. ഈ ഹേമ കമ്മിറ്റി അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറഞ്ഞൊരു മീഡിയ, അതായത് ഇവർ കേസ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇവർ എഫ്ഐആറിന് മുമ്പ് ഇവർ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ശരിക്കും ഒരു എഫ്ഐആർ ഇപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ഒരാളെ ആരോപിക്കണമെങ്കിൽ അത് വ്യക്തമായി പോലീസ് ഫസ്റ്റ് ഒരു പരാതിപ്പെട്ട് അത് പ്രാഥമിക അന്വേഷണ ശേഷം മാത്രമേ എഫ്ഐആർ എഴുതാമുള്ളൂ. പക്ഷേ ചില കേസുകളിൽ നമുക്കത് ചെറിയ കൊച്ചുകുട്ടികളുടെ കേസിലൊക്കെ നമുക്ക് ചിലപ്പോൾ അത് നടക്കില്ല, അത് പെട്ടെന്ന് തന്നെ അത് എഫ്ഐആർ എഴുതും. പക്ഷേ ഇത്രയും ഇങ്ങനൊരു സാഹചര്യം പറയുമ്പോൾ അതിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പോലീസ് അത് ശ്രദ്ധിക്കാതെ തന്നെയാണ് എഫ്ഐആർ ചെയ്തിരിക്കുന്നത്. ഞാൻ പോലീസിനെ കുറ്റം പറയുന്നില്ല, ഞാൻ പോലീസിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നൊന്നുമല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് ഒരാൾ പരാതിപ്പെടുമ്പോൾ അത് ഏത് പോലീസ് സ്റ്റേഷനിലായാലും വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് മാത്രമേ എഫ്ഐആർ എഴുതാൻ പാടുള്ളൂ. ആ എഫ്ഐആർ അങ്ങനെ എഴുതിക്കൊണ്ട് മാത്രമാണ് ഇത് കേസായിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കേണ്ട സാഹചര്യം വന്നത്. അല്ലാതെ ഒരു സാഹചര്യത്തിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല, അത് കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ച് വിടുന്ന കേസാണ് ഇത്. മാക്സിമം ഏതോ മാധ്യമങ്ങളും കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞത്, അത് ഓൺലൈനോ എന്തോ ടീമാണ്. ഈ സ്മാർട്ട് പിക്സ് മീഡിയയ്ക്ക് ശേഷമാണ് ഹേമ കമ്മിറ്റിയുടെ ഇത് വരുന്നത്. അതായത് 9-ാം തീയതി വരുന്നത്, ഓഗസ്റ്റ് 9-ന് സ്മാർട്ട് പിക്സ് മീഡിയയുടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അവർ നമ്മളെ വെല്ലുവിളിയൊക്കെയായിരുന്നു. ആയിക്കോട്ടെ എന്ന് നമ്മളും പറഞ്ഞു. ഇതിനെതിരെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റിയിലെ ഈ സംഭവം വരെയും ഇവരുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ 24-ലേക്ക് വരുന്നത്, 24 ചാനലിൽ വരുന്നത്. ഞാൻ ശ്രീകണ്ഠൻ നായർ സാറിനോടൊക്കെ ബഹുമാനം കൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിഷയം പോലും അവരുടെ ചാനലിലാണ് വന്നത്. ഇവരുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഇത്തരത്തിലുള്ള മരപ്പാവാള ഉപയോഗിക്കരുത്. പുള്ളി അറിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്, അല്ല പുള്ളി ഇത് ശ്രദ്ധയപ്പെടുത്തണം. ഇനി ആയാലും ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസസ് വരുന്ന ആൾക്കാരെ അതന്നെ ഫേക്ക് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരും ബാധിക്കും. ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അത് ചാനൽ റേറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ടാവും. ഒരു സംഭവം വിനീത് പറഞ്ഞോട്ടെ. കാരണം ആദ്യമേ കേസ് വന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും, ആദ്യമേ കേസ് വിനീത് ഭായും നമ്മുടെ ബ്രൈറ്റിൻ്റെ പേരിലാണ്. അത് കഴിഞ്ഞിട്ട് ആറാട്ടണ്ണൻ്റെയും പെരേരയുടെയും ഏറ്റവും അവസാനമാണ് എൻ്റെ പേരും വന്നത്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക അവർ കാണിച്ചിരിക്കുന്ന കാര്യം അല്ലേ. ഒരുപാട് തെളിവുകളുണ്ട്. അല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ പെരേരനെ ആറാട്ടനെയൊക്കെ ഇട്ടിട്ട് എങ്ങനെയെങ്കിലും ഇത് വാർത്ത എത്തിക്കുക, അതാണ് ലക്ഷ്യം. ഇവർക്ക് ഫേമസ് ആവുന്ന അത് തന്നെ തന്നെ. ഇത് വേറൊരു കേസ് ലക്ഷ്യമുണ്ട്, ഇവർക്ക് പണവും ലക്ഷ്യമുണ്ട്. ഇവരുടെ ഷെൽട്ടറിങ്ങും ഇവരുടെ പണവും ലക്ഷ്യം ഇവർക്കുണ്ട്. ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ ശബ്ദം ഏകദേശം ഒരു പെണ്ണിൻ്റെ രീതിയിലായതുകൊണ്ട് തന്നെ ഇവർ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവർ മെസ്സഞ്ചർ വഴിയൊക്കെ ആളുകളുമായിട്ട് സംസാരിക്കുക. ഇവരുടെ 2 നമ്പറുണ്ട് ഇവർക്ക്. ഈ 2 നമ്പറിൽ ഫസ്റ്റ് നമ്പറിൽ ഇവർക്ക് കുറച്ച് അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് ഇവർ പല സ്ഥലത്തുനിന്നും പൈസ മേടിച്ചിട്ട് പിന്നെ അവർ ആ വഴിക്ക് പോകില്ല. അതിലേക്ക് വരുന്നുള്ളൂ. അത് കൂടുതലും പറയാനുള്ളത് ബ്രൈറ്റനാണ് പറയാനുള്ളത് കൂടുതലും. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി, ഈ ട്രാൻസ്ഫോമർ എന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഈ പറഞ്ഞ രീതിയിലാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പല ആണുങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് ഇതൊക്കെ നമുക്ക് ഈ ഡാനിയൽ സേവ്യർ വഴിയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അയാളുടെ ബൈറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ ഈ സംഭവം പറഞ്ഞ ശേഷം അയാളെന്തോ പുറത്താണ് ഇപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അയാൾ എനിക്ക് അവിടുന്ന് ബൈറ്റ്സ് എടുത്ത് അദ്ദേഹം നേരെ പോലീസിന് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ തെളിവുകളും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതിലാകെ ഒരു സാക്ഷി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ സാക്ഷി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലെന്നാണ്.
കാരണം FIR കോപ്പി ഇവരുടെ ഇൻ്റർവ്യൂവിൻ്റെ തരം മലയാളി വാർത്ത എന്ന് തോന്നുന്നുണ്ടോ? മലയാളി വാർത്തയാണ് കൊടുത്തത്. മലയാളി വാർത്തയുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഇവരുടെ FIR കോപ്പി കൊണ്ടിട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊരു FIR എഴുതിയിട്ട് ആ FIR അത് മുഖം പോലും മറയ്ക്കാതാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവർക്ക് ഫേമസ് ആവുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഫാബ്രിക്കേറ്റഡ് കേസുകൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ മാത്രമല്ല, ഒരുപാട് അതിന് മുമ്പായാലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായൊരു അന്വേഷണമോ കാര്യങ്ങളോ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നില്ല. ഒരു കാര്യം ഉണ്ടേ, നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഒരു ലേഡിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരെ മുഖം മറച്ചാണ് ഇതുവരെ ഏത് ചാനലും കാണിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ കണ്ടാണ് നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കേസ് വന്നത് കള്ളാന്ന് തെളിഞ്ഞു. അപ്പോൾ അതുവരെ ആ ലേഡിയെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഫേസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചേക്കുക അല്ലേ? പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ആറാട്ടൻ സിനിമ, വീട്, ലുലുമാൾ, ഇത്ര മോണ ആ വ്യക്തി എന്ത് ചെയ്തു? അത് പെടുത്തിയതാണ്. അല്ല, എനിക്കിതായിട്ട് ഞാൻ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇവരുടെ ഫോൺ നമ്പർ എൻ്റെ ഇല്ല. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഒരു ബന്ധവുമില്ല. എനിക്ക് ആകെ പറഞ്ഞാൽ ഞാൻ ബ്ലഡി നൈറ്റ് എന്ന സിനിമയിൽ 2 സീൻ അഭിനയിക്കാൻ പോയി. 2 സീൻ അഭിനയിച്ചു. എനിക്ക് ഇവരായിട്ട് ഒരു ബന്ധവുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. എന്നെ അവസാനം ഈ സാധാരണ പീഡിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ എന്താ കൊടുക്കുക? നമ്മൾ മെഡിക്കൽ എടുക്കണം. ഇവരെന്താ കൊടുത്തത്? വിനീത് എനിക്ക് 1 കിലോ പച്ചക്കറി മേടിച്ചു തന്നു, 1/2 കിലോ അയല, 3/4 കിലോ പന്നിയിറച്ചി. ഇതാണ് അവർ കൊണ്ടുവന്ന തെളിവ്. 3 ചാനലുകളിലും ഒരു ദിവസം മുഴുവൻ എൻ്റെ ഫോട്ടോ ആണ് ഇട്ടത്, എൻ്റെയും പെരയുടെയും. മെയിൻലി എൻ്റെ ആയിരുന്നു. എൻ്റെ ഫോട്ടോ ഇട്ടാണ് ചെയ്തിടണം. പിന്നെ ഇപ്പോൾ ഈ 24 ന്യൂസ് ഇപ്പോൾ ഇന്ന് 2 ദിവസം കൊണ്ടുവന്നത് അതും എൻ്റെ പേരിലാണ്. ഇതിപ്പോൾ ഒരാൾക്ക് ഭയങ്കര ഇമേജ് സംബന്ധമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയാണ്. വേറൊരു ആൾക്കാരാണെങ്കിൽ ആത്മഹത്യയാകണമെന്നില്ലെങ്കിൽ ചിന്തിച്ചാണ്. ഇത് വളരെ ഇനിയിപ്പോൾ പൃഥ്വിരാജിൽ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇവർ പ്രൂവ് ചെയ്യുകയാണ്, ഇവർ ഫോൾസ് അലിഗേഷൻ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇവർക്കെതിരെ നിങ്ങൾ പണിഷ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ പേരാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഡിഫമേഷൻ കൊടുത്ത് കാശ് കിട്ടിയാലും എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് പോയത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഇമേജ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ പേരിടുന്ന ഇല്ലാന്ന് അറിയപ്പെടുന്ന ഇതൊരിക്കലും എൻകറേജ്. ചില നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊടുക്കുന്നത് മിസ്യൂസ് ചെയ്യുകയാണ്. ആ മിസ്യൂസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇവർ ഫോൾസ് അലിഗേഷൻ തെളിയിക്കുമ്പോൾ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതൊരാളുടെ സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് തിരിക്കുന്നത്. വളരെ മോശം കാര്യമാണ്. എസ്പെഷ്യലി എൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു പോയത് കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ സന്തോഷ് സാർക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എൻ്റെ പേരും കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തിയെ കണ്ടിട്ടില്ല, ഒരു റീൽസിൽ പോലും നമ്മളോട് ഡാൻസുകൾ ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ കളിച്ച പെൺകുട്ടിയെ പറ്റി വരെ അവർ ഓരോ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങളാണത്. ആൾക്കാർ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞാണ്. നമ്മൾക്ക് ഈ വിഷയം വന്നപ്പോൾ ഈ സന്തോഷ് വർക്കി സാറ് പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായി. കാരണം ഒരുപാട് വീട്ടിൽ കുഴപ്പമില്ല, ആൾക്കാർക്ക് അറിയാമല്ലോ. പക്ഷേ ഈ വീട്ടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരുണ്ടാവുമല്ലോ, നാട്ടുകാരും പിന്നെ നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ മോശം കണ്ണിൽ നോക്കാൻ തുടങ്ങി. ശരിക്കല്ലേ? അപ്പം മോശം കണ്ണിൽ നോക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ആപ്പാട് ഒരു സങ്കടപരമായിട്ട് തോന്നി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ നമുക്ക് ഒരുപാട് 10,000 കണക്കിന് ലേഡീസ് അധികമാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അവർ പോലും താങ്കൾ ഇത്തരക്കാരനാണെന്നോ, താങ്കളിങ്ങനെ കെട്ടിയിട്ടൊക്കെ പിടിപ്പിക്കുമെന്ന് ചോദിക്കണ്ടായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പട്ടിയെപ്പോലും പേടിയുള്ള ആളാണ് ഞാൻ. കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് ലേഡി ആങ്കർമാരാണ് ഉള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് ഫോൺ നമ്പേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ്വുമൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു ഓഡിയോ കോളോ വീഡിയോ കോളോ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഞാൻ നഗ്നനായിട്ട് എൻ്റെ യൂറിൻ കാണിച്ചെന്നാണ് പറയുന്നത്. അത് മാനസികമായിട്ട് തെറ്റാവുന്ന രീതിയിൽ പറയാം. എനിക്കങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതും ഒരു ട്രാൻസ്വുമൻ്റെ കൂടെ പോയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നടീനടന്മാരുടെ ഇൻഡസ്ട്രി. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പോലും നമ്മളായിട്ട് ഒരു കുറ്റം പറയാനില്ല. ഇന്നാളൊരു സാനിയെ മമ്മൂക്ക സാറിനെ പറഞ്ഞത് അത് തെറ്റായിപ്പോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കാരണം മമ്മൂക്ക സാറിൻ്റെ ഒരു അനന്തരവനൊക്കെ അത് അറിഞ്ഞാൽ, മക്ബൂൽ സൽമാനൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് പോയി അറിഞ്ഞാൽ, അത് പിന്നെ കുഴപ്പമില്ലെന്ന് പുള്ളി പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത്, കാരണം നമ്മൾ കെട്ടിയിടാൻ പോയിട്ട് നമുക്കൊരു
എന്താ പറയുക, ഒരു റിലേഷനും പോലും പെട്ടെന്നൊരു ആൾക്കാർ ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത വർഷം നമുക്കൊരു കല്യാണം ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് ആറാട്ടാണ്ട് കിട്ടുമോ എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊരു പെണ്ണ് സെറ്റായിട്ടുണ്ട്, അത് മീഡിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മുടക്കാനുള്ളൊരു കളികളായിരിക്കും. ഞാൻ പറയട്ടെ തീർന്നു ഒരു മിനിറ്റ് ഇതിലേക്ക് വരാം. അപ്പോൾ ഈ ആ പീഡർക്ക് ആ ഫോട്ടോ എടുത്ത് പുള്ളിയുടെ ഫോട്ടോ ചെറുതായി പോയാണ്. ചെറുതായി പോകുന്നല്ല, പുള്ളിയുടെ ഫോട്ടോ കുറച്ച് വലുതായി കാണിച്ചു. എൻ്റെ ഫോട്ടോ ചെറുതായിട്ട് വെച്ചെങ്കിലും അത് പബ്ലിസിറ്റി ആണല്ലോ, അത്യാവശ്യം കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ ചിരിക്കും, പക്ഷേ കാണിക്കാത്തല്ല പ്രശ്നം. ഞാൻ പറഞ്ഞത് അത് മറ്റേ മീഡിയ ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ കാരണം ബ്രൈറ്റിൻ്റെയും വിനീതിൻ്റെയും ഫോട്ടോ വിനീതിൻ്റെ ഫോട്ടോ ഞാൻ പറയട്ടെ കളിയാക്കാൻ വേണ്ടിയാണോ? ഇത് പറയട്ടോ, നമ്മൾ പ്രതിയായെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെയിം ഉണ്ട്, അത്യാവശ്യം പബ്ലിസിറ്റിയും ഒരു സെലിബ്രിറ്റി ഇമേജ് കോൺഷ്യസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ചെകുത്താനൊക്കെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെയൊക്കെ പല ഇൻ്റർവ്യൂസ്, അജു വർഗീസ് അല്ല അപ്പോൾ നമ്മളെ ഒരുപാട് നടന്മാരുടെ കൂടെയൊക്കെ ഒരുപാട് റിവ്യൂസ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ഫെയിം ഉണ്ട്, പബ്ലിസിറ്റി ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യയല്ല ഇന്ത്യയല്ല ഏത് രാജ്യത്തിൽ അല്ല സോറി നിങ്ങൾ ചിരിക്കരുത്, ഏത് രാജ്യത്ത് മലയാളിയുണ്ടോ അവിടെ നമ്മളെ തിരിച്ചറിയും, അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പേരിട്ടുകൊണ്ട് ഇവരെയാണ് മെയിനായിട്ട് കൊടുക്കാൻ ശ്രമിച്ചത്. ഞാൻ പറയാം, ഇത് എനിക്ക് വന്നൊരു സംഭവം പറയാം. കാരണം എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ നമ്മുടെ ഏതോ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ വിനീതേട്ടൻ്റെ ഒരു സംഭവം എഴുതിയിട്ടിരുന്നു. വിനീതേട്ടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആദ്യം പരാതിപ്പെട്ട എൻ്റെ പേരും പറഞ്ഞ, കാരണം അലിൻ ജോസ് പെരേര ആറാട്ടനും കെട്ടിയിട്ട് പിടിപ്പിച്ചെന്നാണ് പറഞ്ഞു. മനസ്സിലായോ? പുള്ളി ചെയ്തിട്ടില്ല ശരിക്കും, മനസ്സിലായോ? ഞാനിവരെ നേരിട്ട് കണ്ടിട്ട് കൂടില്ല, ഈ നൂഡ് വീഡിയോ കോൾ ചെയ്തിട്ടുമില്ല, മനസ്സിലായി. പിന്നെ ഒരു പറയുന്നൊരു പരാമർശം ലുലു മാളിൽ നമ്മൾ ഒത്തുകൂടിയെന്ന് പറയുന്നുണ്ട്. ലുലു മാളിൽ ഒത്തുകൂടിയതെന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ പലരും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, റിയ ആയിട്ടുള്ള കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. റിയ അപ്പോൾ മറ്റേ ഈ വ്യക്തിയായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ആറാട്ടണ്ണൻ നമ്മളോട് മറ്റേ നൂഡായിട്ട് കിടന്ന് അഭിനയിപ്പിക്കാൻ പറയുന്ന പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ തെറ്റ പരമനാർത്തരം എന്ന് തന്നെ പറയാം, തെണ്ടിത്തരമാണ് അത് കാണിക്കുന്നത്. നമുക്കിപ്പോൾ മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തൊക്കെ സിനിമയൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒമറിക്കയുടെ ബാഡ് ബോയ്സ് വരെ വിവാദങ്ങൾ വന്നിട്ടും പടം 3 ആഴ്ച ഓടി. അപ്പോൾ ഇത് നമുക്ക് ചരിത്രപരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ഈ വിനീത് ഒറ്റ കാര്യം വിനീത് മാഷിൻ്റെ പേരിൽ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് ഒരു വൻ കമൻ്റായിരുന്നു ഇവർ ഇട്ടുകൊണ്ടിരുന്നത്, ഈ വ്യക്തി ഇട്ടുകൊണ്ടിരുന്നത്. ആ കമൻ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ അഭിലാഷയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്? ഞാൻ മെസ്സഞ്ചറിൽ പോയില്ല, ഇതായിട്ട് ചോദിച്ചു, പറഞ്ഞു ഇത് എന്നെ പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കംപ്ലയിൻറ്റ് വല്ലതും കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പെരേരയുടെ ഒരു പോസ്റ്റിന് ആഴെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഓരോ, പിന്നെ നിഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഷ ഇടുക്കി, അദ്ദേഹത്തിൻ്റെ എന്ത് സംഭവം ചെയ്താലും ബ്രൈറ്റിൻ്റെ എല്ലാവരും താഴെ കൊണ്ട് ഇങ്ങനെ ഇടുവാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ കാണാം. ഈ പോസ്റ്റ് കണ്ടിട്ട് ആറാട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത കുറച്ച് പേര്, ഇത് പറഞ്ഞിട്ട് വരാം, കുറച്ച് പേര് ആറാട്ടൻ്റെ ലോകം എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറച്ച് പിള്ളേർ ഇവരുടെ നമ്പർ എടുത്ത് നേരെ കൊണ്ട് ഇവർ ആഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വ്യക്തികൾ ചേർന്ന് ഇവരോട് പറഞ്ഞ് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കേസ് കൊണ്ട് കൊടുത്തപ്പോൾ അന്നൊരു വീഡിയോ സ്മാർട്ട് ബിഗ് മീഡിയയിൽ എന്തോ വന്നൊരു വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, എന്താ പറയുക, ആദ്യം ഇവർ കൂടെ നിന്നു, പിന്നീട് അവർ എന്നെ ചതിച്ചു, ആറാട്ടൻ ലോകത്തിലെ പിള്ളേർ എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. വീണ്ടും ഇത് പോലീസുകാർക്ക് മനസ്സിലായത് ഇത് ഫേക്കാണെന്ന് മനസ്സിലായപ്പോൾ ഇത് വിട്ട് കളഞ്ഞവർ തന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആറാട്ടൻ ലോകം എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകാർ വീണ്ടും എന്തൊക്കെയോ ചെയ്ത് ഇവർ ആഡ് ചെയ്ത് വീണ്ടും 24 ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ആറാട്ടനും പറഞ്ഞ ഒറ്റ കാര്യം പറയാണ്ട്, ഇത് തെളിയണം, ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സമൂഹം അറിയണം. ഇല്ല വിനീത് ഭായ്, റൈറ്റേ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പെരേര പറഞ്ഞ് ഞങ്ങളെല്ലാം ചിരിച്ചു, പെരേരയുടെ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും ചിരിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ സ്വഭാവമായിട്ട് ചിരിച്ചു പോയതാണ്. സീരിയസ് ആയിട്ട് തന്നെ പറയാം, ഇത് ഞങ്ങൾ ചെയ്തില്ല എന്നുള്ളത് തെളിയിക്കണം.
ഞങ്ങൾ ഈ 6 പേര് ഞാനും ബ്രൈറ്റും വിനീത് ഭായിയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം. അതാ 24-ലോ ഈ വാർത്ത കൊടുത്ത് വാർത്താ ചാനൽ തന്നെ വരണം. അത് പോലീസുകാർ നിയമ നടപടി എടുക്കണം വേണ്ടേ? കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബക്കാർ എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് എൻ്റെ അമ്മ ഈ വാർത്ത അറിഞ്ഞിട്ട് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. തൊട്ടടുത്തൊരു ചേച്ചി വാട്സപ്പിൽ കാണിച്ചു കൊടുത്തു ഇങ്ങനെ പ്രശ്നമുണ്ട്, കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന്. ഞാൻ ഒരേ കാര്യം പറഞ്ഞോളൂ, ഹിജഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് വാക്കല്ല. ഒറ്റ പറയട്ടെ. ഹിജഡ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് ഞാൻ പറയുകയാണ്. ഹിജഡ എന്ന് പറഞ്ഞാൽ ആരും തരനാത്തി പറഞ്ഞല്ല. പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പെരേര പറഞ്ഞു, ചേട്ടാ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇവരൊന്നുമല്ല, ഒരു ഒരു പെണ്ണിൻ്റെ സൗണ്ട് കൂട്ടിയെന്ന് പറയും. ഞാൻ പറഞ്ഞു വല്ല ഹിജഡകളായിരിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞുപോലോ. ഇതെടുത്ത് അപ്പം ഞാൻ പോലീസുകാരനോട് ചോദിച്ചു, സാറേ എന്നെ എന്തിനാണ് പെടുത്തിയിരിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു. ഇയാളെ പെടുത്തിയിരിക്കുന്നത് ഇയാൾ ഹിജഡ എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് ചോദിച്ചു. ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ടുള്ള ഒന്നുമില്ല, സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഹിജഡ എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു പേരിലാണ് എന്നെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആറാട്ടനാണെങ്കിലും ഞാനാണ് പെരേരയാണെങ്കിലും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ വിനീത് ഭായി ഇപ്പോൾ പറഞ്ഞു തന്നെ വിനീത് അല്ലേ കണ്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് കാര്യം പറഞ്ഞു. പിന്നെ ബ്രൈറ്റിന് കൂടുതൽ പറയാനുണ്ട്. നമുക്ക് ജസ്റ്റ് ലിബിനിലേക്ക് ഒന്ന് മൈക്ക് കൈമാറിയിട്ട് നേരെ നമ്മുടെ ബ്രൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ലിബിനില്ലേ പറ അത് ബ്രൈറ്റിനെ ബ്രൈറ്റ് എന്നാൽ ബ്രൈറ്റിന് കൈമാറാം. ബ്രൈറ്റാണ് അതിൻ്റെ ഡീറ്റെയിൽ പറയേണ്ടത്. ഇപ്പോൾ അലൻ ജോസ് പെരേര, ഞാൻ, അഭിലാഷേട്ട, ഞങ്ങൾക്കെതിരെയുള്ള രണ്ടാമത്തെ ആരോപണം വരുന്നത്. ഒന്ന് എല്ലാവർക്കും അറിയാം, എന്താണ് അതിൻ്റെ അവസാനം എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പം രണ്ടാമത് വന്നതാണ് എന്ന് പറഞ്ഞ ആള്. ഓക്കെ, അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. തുടക്കം മുതൽ വിനീതേട്ടൻ ബ്ലഡി നൈറ്റിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് ഇന്നൊരാളെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ ഈ സമയത്ത് പെരേര മിണ്ടല്ല, ശബ്ദം എടുക്കരുത്. അപ്പം പരിചയപ്പെട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവരെ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം എനിക്കൊരു വാട്സപ്പ് ഫേസ്ബുക്കിലൊരു മെസ്സേജ് വരുവാണ്, ഇതാരാണ്, എവിടെയാ സ്ഥലം, അതാ ട്രാൻസിൻ്റെ ആ ഒരു ടോണിൽ ഇച്ചിരി കൊഞ്ചിക്കുഴഞ്ഞ രീതിയിൽ. ഞാൻ ഓർത്ത് ഇതാരാ, തിരിച്ച് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ബ്ലഡി നൈറ്റിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വിനീതിൻ്റെ ഫ്രണ്ടാണ്, കാര്യങ്ങളാണ്. അപ്പം വിനീതേട്ടനോട് ഞാൻ പറഞ്ഞു. അപ്പം വിനീതേട്ടൻ പറഞ്ഞു, എടാ അവരെ പറ്റി അവരുടെ കൂടെ നടന്ന ആൾ മോശമായിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്ലഡി നൈറ്റ് റിലീസാവാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് വിനീതേട്ടൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞ ആൾ ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ ആങ്കറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രമോഷൻ കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് നായികമാരൊന്നും പ്രമോഷൻ ചെയ്യാൻ വരാത്തത് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, അങ്ങനെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ പെരേര ഇടയ്ക്ക് കയറി വരട്ടെ ഗസ്റ്റായിട്ട്, ഞാനപ്പോൾ ആ ഇൻ്റർവ്യൂന്ന് ഇറങ്ങിപ്പോവാം, അപ്പം അതൊരു നല്ല വൈറലാകുമെന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഷാലിൻ എസ് ഹർഷൻ എന്ന് പറഞ്ഞ പറവൂരുള്ള ആളെ ചാനലിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഷാലിൻ ചേട്ടാ പെരേര വരും, ആറാട്ടെണ്ണം വരും, അപ്പം നമുക്ക് 12,000-2,500 രൂപയുടെ ചിലവുണ്ട്. അതൊന്നും എൻ്റെ ഇല്ല, നീ വിനീതിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ വിനീതേട്ടനെ വിളിച്ചു. വിനീതേട്ടൻ ഷാലിനെ വിളിച്ചു. അപ്പോൾ ഷാലിൻ പറഞ്ഞു, നീ പൈസ ഇടുക, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ, നിൻ്റെ ചാനലിൽ റീച്ച് വേണം, ഇവർ ചുമ്മാ വരുമോ, അവർ അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ആളുകളല്ലേ. അപ്പോൾ ആ രീതി സംസാരിച്ച് ഷാലിനായിട്ട് ഉടക്കി തെറ്റിക്കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് വിളിക്കുകയാണ് ഈ ഷാലിനെ. എടോ എന്താ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം, എന്നെ ആങ്കർ ആക്കുന്ന കാര്യം, അതേ ഒരു പ്രശ്നമുണ്ട്. വിനീത് പറഞ്ഞു, തന്നെ കാണാൻ കൊള്ളത്തിലിടോ, താൻ കറുത്തയാടോ, തന്നെ കാണാൻ ഒരു മെനയില്ലെന്ന് വിനീത് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് വൈരാഗ്യമായി. അതിൻ്റെ ഇടയ്ക്ക് ഈ വിനീതേട്ടനെ അവർ വാടക വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ജോലിയുടെ ഇടയ്ക്ക് ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട്. വിനീതേട്ടനെ പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് ഇവർ പറയാണ്, താൻ വിനീതിനെ വിശ്വസിക്കരുത്, വിനീത് ചതിയനാണ്, വിനീത് വക്രനാണ്. ആ രീതിയിൽ ഇവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. നേരെ വിനീതേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു അവർ, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഓഡിയോ കോൾ അടക്കം കിടപ്പുണ്ട്. ഇവർ നിരന്തരമായിട്ട് എന്നെ ശല്യം ചെയ്തു. എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റ് കൊണ്ടിടുകയാണ്, മെസ്സേജ് ഇടുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിനീതേട്ടനെ വിശ്വാസമാണ്, നിങ്ങളെക്കാട്ടി വിനീതേട്ടനെ വിശ്വാസമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിനീതിനെ സപ്പോർട്ട് ചെയ്താൽ നിൻ്റെ പേരും വരും, നീ എന്നെ കയറി പിടിച്ചു എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നതടക്കം ഇവർ പറഞ്ഞു. അതിൻ്റെ ഒരു ഓഡിയോ കോളിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഞാൻ ആറാട്ടണ്ണൻ്റെ അലൻ ജോസ് പെരേരയുടെ പേര് ഇതിൻ്റെ അകത്ത് പറയുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓഡിയോ, എൻ്റെ ഫോണിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു, ഓഡിയോ ലീക്കായി പോവുകയാണ്. ആ ലീക്കായി പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ ഷാലിൻ്റെ എഡിറ്റിംഗ് സ്ഥലത്താണ് ബ്ലഡി നൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ ഷാലിൻ പറഞ്ഞൊരു കാര്യമുണ്ട്,
എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ തമ്മിൽ വീഡിയോ കോൾ ചെയ്ത് സെക്സ് ചാറ്റ് ചെയ്തിട്ടുണ്ട്, നഗ്നത പ്രദർശനം നടത്തിയിട്ടുണ്ട്, ആ രീതി സംസാരിച്ചിട്ടുണ്ട്. ഇവൻ അവിടെ കൊടുങ്ങല്ലൂർ ഏതോ അമ്പലത്തിൽ പോയപ്പോൾ ഇവൻ ഏതോ ഒരു പൊതി പിടിക്കുമെന്ന് ചോദിച്ചു. അത് MDMA ആണോ കഞ്ചാവാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഇവർ അഖിൽമാരാർക്കെതിരെ ഞാനൊരു ഇൻ്റർവ്യൂ പോകാൻ തൻ്റെ ചാനൽ കയറുമെന്ന് പറഞ്ഞ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വരെ നമ്മളതിലുണ്ട്. അതിന് ശേഷം കുറച്ച് നാൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിനുമാണ് ഇവർ പലരെയും വിളിച്ചിട്ട് പറഞ്ഞു, ബ്രൈറ്റ് എന്നോട് കളി ചോദിച്ചു, ബ്രൈറ്റ് എന്നെ വീഡിയോ കോൾ ചെയ്ത് നഗ്നത കാണിച്ചു. അപ്പോൾ ഒരുത്തൻ എന്നെ രാത്രി 1 മണിക്ക് വിളിക്കുകയാണ്, സജാദ്. കളിയാക്കാൻ വേണ്ടി വിളിച്ചാണ്. ഈ ആറാട്ടണ്ണൻ ലോകം ഗ്രൂപ്പിലെ സജാദാണ് വിളിച്ചു. സജാദ് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നീ ആ സ്ക്രീൻഷോട്ട് അവളോട് അയക്കാൻ പറ, എന്നിട്ട് നീ എൻ്റെ അടുത്ത് പോയി എൻ്റെതും കൂടെ കാണിച്ചു തരാം, എന്നിട്ട് ഇത് മാച്ചാണോ നോക്കാൻ പറ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അതിന് ശേഷം പിന്നെ എന്നെ കുറേ കളിയാക്കി. അപ്പോൾ ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞു, എടാ ഇത് വള്ളിക്കെട്ട് കേസാണ്, ഞാൻ വിനീതേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ പേരും വന്നത്, പലരെയും പെടുത്തുമെന്ന് ഇവർ പറഞ്ഞു. അതിന് ശേഷമാണ് അഭിലാഷ് ആട്ടായത്തിൻ്റെ അലൻ ജോസ് പെരേരയുടെയും പേജിൽ കയറി ഇവർ പല പ്രാവശ്യമായിട്ട് കമൻ്റ് ഇടുന്നു. പിന്നെ ഹിജഡ എന്ന് ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ടൂക്ക് ടോക്സിലോ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, നമ്മളെ മാക്കിൻ്റെ ചാനൽ റെഡിലും നമ്മൾ ഇവരെക്കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ ലൈവ്, അതെ ലൈവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണത്തിന് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പല പേജിൽ ഇവർ കൊണ്ടിടുന്നുണ്ട്, പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പുകാർ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പിലെ പെങ്ങളെ, എൻ്റെ പേര് സജാദ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എങ്ങനെയും ഞങ്ങളെ പെടുത്തണം, ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളെ നാണം കെടുത്തണം, അതിനുവേണ്ടി ചെയ്ത പരിപാടിയാണ്. അന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ പോവാണ്. ഏകദേശം ഓഗസ്റ്റ് 1 ഞാൻ കോയമ്പത്തൂർ പോകുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മളെ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ആ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് കൃത്യം 5-ാം തീയതി, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി ഒരു പോസ്റ്റ് ഇടുകയാണ്. പരിമല, എൻ്റെ നാട്ടിലുള്ള ഒരാൾ പോസ്റ്റ് ഇടുകയാണ്, ദീപു എന്ന് പറഞ്ഞ ആൾ. എന്താ പറയുക, വയനാട്ടിൽ ആരെങ്കിലും പെൺകുട്ടി അനാഥമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അത് മനോരമ ന്യൂസ് ഏറ്റെടുക്കുകയും അത് വൈറലാകുകയും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസമാണോ അന്ന് വൈകിട്ടാണോ എന്നറിയത്തില്ല, ഞാൻ വയനാടുള്ളതാണ്, എൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ നെ വിളിക്കുന്നു. ആൾമാറാട്ടം നടത്തി വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇവരെ എന്താ പറയുക, ഇവരെ ആങ്ങളേനെ വിളിച്ച് പെങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത്, നിൻ്റെ ഭർത്താവ് നിൻ്റെ ആങ്ങള എൻ്റെ കൂടെ 2 വർഷം താമസിച്ചാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു, ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയും. അങ്ങനെ ആ ഓഡിയോ ക്ലിപ്പ് അടക്കം കിട്ടി. ഈ ഓഡിയോ ക്ലിപ്പ് വരാൻ കാരണം ഇവർ ഈ ഓഗസ്റ്റ് 6-നാണ് ഇവർ ഈ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ഇവർ ഓഗസ്റ്റ് 6-നാണ് ഈ ദീപുവിനെ വിളിക്കുന്നത്. അതിന് ശേഷം സ്മാർട്ട് ബിസ് മീഡിയയിൽ 9-ാം തീയതി, ഓഗസ്റ്റ് 9-ാം തീയതി ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ലൈവായിട്ട് ഇവർ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇൻ്റർവ്യൂ കൊടുത്ത അന്ന് ആ കമൻറ്റ് വന്നിട്ട് ഈ ദീപു അല്ല വിഷ്ണു എന്ന് പറഞ്ഞ ആൾ ഇടുകയും അത് ഈ ആറാട്ടണ്ണ ലോകം ഗ്രൂപ്പിലെ തന്നെ നിതീഷ് എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്ത് കാണുകയും അവൻ വിളിച്ച് അവരുടെ നമ്പർ മേടിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ നാട്ടുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് ആ ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. അതിന് ശേഷം എന്ന് പറയുന്ന ഒരു മീഡിയ മലയാളി വാർത്ത ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ എന്നോട് വിളിച്ചിട്ട് നമ്പർ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അതിനുശേഷം അവൻ പറഞ്ഞു, ഞങ്ങളെ ലൈവ് ചാനലിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് കള്ളത്തരമാണ്, ഇത് നമുക്കറിയില്ല. അല്ല, അവർ കേസ് ഇപ്പം കൊടുത്തിട്ടില്ല, കേസ് കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ആ ചാനൽ എടുക്കൂ, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ പരാതി എഴുതുകയാണ്, DTPയിൽ പരാതി എഴുതി. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 12-ന് ഇവർ പരാതി എഴുതുന്നു, അതിൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13 1:38-ന് FIR രജിസ്റ്റർ ആകുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരു 4ഓളം വകുപ്പുകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രകൃതി വിരുദ്ധം, പിന്നെ എന്താ പറയുക, ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അതടക്കം. അതിൻ്റെ അകത്ത് പറയുന്നത് ഇവരെ ഏപ്രിൽ 12-ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏപ്രിൽ 12 നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇവരെന്നെ പരിചയപ്പെടുന്നത് ഏപ്രിൽ 14-ന്. അതെ, ഫേസ്ബുക്കിൽ ഇത് കണ്ടോ, ഇവർ ഏപ്രിൽ 14-ലാണ് എന്നെ പരിചയപ്പെടുന്നത്. കണ്ടോ, നിരഞ്ജന എന്ന് പറഞ്ഞ ആൾ എന്നെ പരിചയപ്പെടുന്നത് ഏപ്രിൽ 14-ലാണ്. കണ്ടോ, എന്നിട്ട് അവരന്നാണ് പരിചയപ്പെടുന്നത്. ഇവരെ പറയുന്നത് കെട്ടിയിട്ട് പീഡിപ്പിച്ചു. പിന്നെ സാധാരണ പീഡിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ എന്താ കൊടുക്കുക, നമ്മൾ മെഡിക്കൽ എടുക്കുകയാണ്. ഇവരെന്തോ കൊടുത്തത്, വിനീത് എനിക്ക് 1 കിലോ പച്ചക്കറി മേടിച്ചു തന്നു, 1/2 കിലോ അയല, 3/4 കിലോ പന്നിയിറച്ചി, ഇതാണ് അവർ കൊണ്ടുവന്ന തെളിവ്. പിന്നെ അവർ പറഞ്ഞത് ഓണർ കണ്ടു എന്നാണ് പറയുന്നത്. ഈ ഓണറിൻ്റെ അടുത്ത് നിന്ന് നിയമപാലകർ അന്വേഷിച്ചപ്പോൾ ഓണറിന് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. ഇവരുടെ പല കാര്യങ്ങൾക്കും ഡൗട്ട് വന്നു. 5 ദിവസം നിരന്തരമായി പീഡിപ്പിച്ചു. അതിനുശേഷം പീഡിപ്പിച്ച ആൾക്കാർ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ കയറി പൊട്ടത്തരം പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇവർ കമൻ്റ് ഇടുന്നുണ്ട്, വിനീത് എനിക്ക് 25,000 രൂപ ഓഫർ ചെയ്യുന്നു. ഇങ്ങനെ കമൻ്റ് ഇട്ടത് നിഷയുടെ ഞാൻ 25,000.
25,000 കൂടി, പിന്നെ ചാനലിൽ വന്നപ്പോഴത്തേക്കിന് കൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ കെട്ടടങ്ങി വരുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ആ സമയത്ത് ഓഗസ്റ്റ് 29 രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 24-ൻ്റെ പേജിൽ വിനീതേട്ടൻ്റെയും ആറാട്ടണ്ണൻ്റെയും പെരേരയുടെ പേരടക്കം കിടക്കുകയാണ്. പിന്നൊരു ന്യൂസാണ് അങ്ങോട്ട് വരുന്നത്. കൈരളി, മനോരമ, റിപ്പോർട്ടർ, 24. ഞാൻ 24-നെ വിളിച്ചപ്പോൾ അവന്മാർ ഞങ്ങളെ വാക്ക് കേട്ടില്ല, പോയി മുൻകൂർ ജാമ്യം എടുക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രതികളല്ല, നിങ്ങളെ അറസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തോട്ടെ, അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞു. ആ രീതി ഞാൻ സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ടി അന്ന് അധികം മീഡിയാസ് ഒന്നും സംസാരിച്ചില്ല. അന്ന് ആറാട്ടനെ പേടിച്ചിട്ട് ആറാട്ടനെ ഒടുവിൽ പോയി. ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്തിരുന്ന ആരും ഉത്തരവാദിത്വം പറഞ്ഞേനും ഒരു തെളിവ് പോലും ഇല്ലാതെ FIR ഇത് കാണിച്ചു വെച്ചേക്കണം. അതെ, സീക്രട്ട് ഏജൻറ്റ് സംസാരിച്ചു. അതിനുശേഷം മറ്റേ ഫിലിം കോർട്ടോ മീഡിയ മലയാളം അവന്മാർ പറഞ്ഞു ഞങ്ങൾ ഒളിവില, ഇവന്മാർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഒളിവിലാന്ന് പറയാം. അവന്മാർ പറഞ്ഞു നമ്മളേതോ യൂണിവേഴ്സാണ്, അവൻ ഏത് യൂണിവേഴ്സാ. പിന്നെ അതൊക്കെ ഓക്കെ, നമ്മൾ ആരും ഒളിവിൽ പോയില്ല. എൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ ബ്ലഡി നൈറ്റ് 2-ൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിൽക്കുക. ഈ വാർത്ത ഉണ്ട്, അതിൻ്റെ പിറ്റേ ദിവസം വിനീതേട്ടൻ പോയി. അതെ, നമ്മളന്ന് അതിനുശേഷം അതെ അതിനുശേഷം ഞാനൊരു വർക്ക് ഓക്കെ അതിനുശേഷം ഞാൻ പോവുകയാണ്, ഇവിടെ അമ്പലപ്പുഴ സ്റ്റുഡിയോയിൽ പോവാണ്. ആ സമയത്ത് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റിനെ, ഹൈക്കോർട്ട് അഡ്വക്കേറ്റിനെ പരിചയപ്പെട്ടു പ്രസാദേട്ടൻ വഴി. അപ്പോഴത്തേക്കിനും പുള്ളി ഞാനും കൂടെ ചെന്നിട്ട് ഈ പരുമലക്കാർ കേസ് കൊടുത്തില്ല. പോലീസുകാർ പറഞ്ഞു നിങ്ങൾ അവൾക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കേസ് റദ്ദാകുമെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അവിടെ ചെന്നു, അവരെയും കൊണ്ട് പോയി എന്താ പറയുക കേസ് രജിസ്റ്റർ ചെയ്തു. ഇതാണ് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഇതാണ്. അത് FIR എഴുതിയില്ല. അവരെ അന്ന് വിളിച്ച് ആ സ്പോട്ട് പറഞ്ഞു ഞാൻ ആത്മഹത്യയും. ഞാൻ ചോദിച്ചോട്ടെ, എന്നാൽ കള്ളും കഞ്ചവും ഒക്കെ വിൽക്കുന്നവൻ ഇതേ പരിപാടി പോലീസുകാരോട് വിളിച്ചു പറഞ്ഞാൽ പോരെ? അവനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അവനെ അവിടെ കൊണ്ടുവന്നില്ല? അവർ പറഞ്ഞു ഇത് SP ഓഫീസിൽ പോയി, ഇത് സൈബറിൻ്റെ പരിപാടിയാണ്, ഞങ്ങൾക്ക് എവിടെ നീതി കിട്ടും? ഞങ്ങൾ ഇത്രയും നാണം കെട്ടു, ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ സമൂഹത്തിൽ നാണം കെട്ടു. അതോ നേരിട്ട് പോലും ഞാനും കണ്ടിട്ടില്ല, ഈ ഇരിക്കുന്ന ആരും നേരിട്ട് അവരെ കണ്ടിട്ടില്ല. ഈ മീഡിയാസ്, ഈ എന്താ പറയുക 24 ന്യൂസുകാരെല്ലാം എന്താ പറയുക ഇത്രയും വിഷമാണെന്നും ഇവക്കെതിരെ തെളിവുകൾ കൊടുത്തിട്ടും ഒറ്റ ഒരാൾ പോലും ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചില്ല. ആ കാരണം എന്താണ്, അവർക്ക് വാർത്തയാണ് വേണ്ടത്. ആൾക്കാർക്ക് ഒരു മീഡിയ വാർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങളെ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് വീണ്ടും വന്നേക്കുവാണ് ഈ മലയാളി വാർത്തയ്ക്ക് വേണ്ടി. അന്ന് പോലീസുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതോ ഒരു മീഡിയ പ്രവർത്തകൻ അവിടെ വന്നിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ോട് ഞാൻ ചോദിച്ചു, ഈ ശാരിക എന്ന് പറഞ്ഞ മലയാളി വാർത്തയുടെ അവതാരികയോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ചോറ് തന്നെയല്ലേ തിന്നുന്നത്? ഈ ആറാട്ടനെ അലൻ ജോസ് പെരേര നഗ്ന കോൾ ചെയ്തെന്ന് ചോദിച്ചു. അവരപ്പം പറഞ്ഞു ഞാൻ നഗ്ന കോൾ ചെയ്തിരുന്നു. എവിടെ തെളിവ്? അവർ വായിക്കാത്ത എന്തുമായിരുന്നു? തെളിവ് ചോദിക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല? എന്തിനാണ് ഇരിക്കുന്നത്? അലൻ ജോസ് പെരേരയെ ആറാട്ടനെ മനഃപൂർവ്വം താറടിക്കണം, അവരെ ഇല്ലാതാക്കണം, അവരെ നാണം കെടുത്തണം. അതിനുവേണ്ടി ചെയ്ത മനഃപൂർവ്വം ചെയ്തതാണ്. ഇതിൻ്റെ പേര് എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചതിന് തെറ്റുണ്ടോ? അലൻ ജോസ് പെരേര നഗ്ന വീഡിയോ കോൾ എന്ന് പറയും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചോദിക്കാമല്ലോ. തെളിവുണ്ടോ? ഒന്ന് കാണിക്കുമെന്ന് ചോദിക്കാമല്ലോ. അതിനുശേഷം ഇവർക്ക് മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ FIR-ഉം ഇവിടെ എഴുതിയ പരാതിയും കൂടെ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്ത് വലിയ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ അതപ്പം തന്നെ സേവ് ചെയ്തു. പോലീസുകാർ വിനീതേട്ടനോട് എന്താ ചോദിച്ചെന്നറിയോ, നിങ്ങൾക്ക് FIR അങ്ങനെ കിട്ടിയെന്ന്. വകുപ്പ് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലായി. വകുപ്പ് എന്തോ എഴുതി പിടിപ്പിച്ചതെന്ന് വരെ മനസ്സിലായി. അതിനുശേഷം ഇവൻ്റെ അറിവോ കാര്യങ്ങളോ ഒന്നും ഏതാ അതാ പറഞ്ഞ ഇവര് മലയാളി വാർത്തയിൽ ഇട്ടു. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത്ര ഇവൻ്റെ നെഗറ്റീവ് കുറേ ചാനലുകാർ എടുത്ത് ഇവൻ്റെ വോയിസും ഇവൻ്റെ കള്ള വോയിസ് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും ഞാൻ തരും.